ഒക്കെ ചെല്ലുമ്പം അവിടുന്ന് ആളുകൾ പറയും, വന്നാര സാറേ ഒരു സിനിമ കണ്ടിട്ടൊരു, കാരണം പകല് ജോലിക്ക് വേണം, ഒരു ഫസ്റ്റ് ഷോക്ക് പോയിട്ട് കൊല്ലങ്ങളായി, പോകാൻ കഴിയുന്നില്ല, കുത്തിമറിക്കില്ലേ പന്നി. ഇപ്പോൾ ഒരു മാസം മുമ്പല്ലേ മൂത്തയിടത്തൊരു കുട്ടി അറവ് ജോലിക്ക് പോകുന്ന കുട്ടി രാവിലെ പന്നി കുടിച്ച് റോഡിൽ തലയടിച്ച് വീണ് മരിച്ച്. ആന, എത്ര ആന! ഒരു മനുഷ്യത്വമില്ലാത്തവരാണ് ഇവരെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 3 ദിവസം നിലമ്പൂരിലല്ല, കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ. ഇതിനു മുമ്പ് മന്ത്രി ഒരു അദാലത്ത് വിളിച്ചിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലൈവ് വിചാരിച്ചതിന് നേരത്തെ അങ്ങ് തുടങ്ങി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അൻവർ പൊളിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇത് സ്കെഡ്യൂൾ ചെയ്ത സമയത്ത് മത കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരു നന്മമര കാർഡും അതുപോലെ ഈ അഴിമതിക്കും ഇതുപോലുള്ള സംഗതികൾക്കൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ താൻ മാത്രമാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവെക്കുന്ന ഒരു കാഴ്ച, അതാണിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നേരത്തെ അങ്ങ് പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മളിന്ന് നേരത്തെ തന്നെ ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് അധികം വൈകാനും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും അൻവറിൻ്റെ ഒരു പബ്ലിക് വിശദീകരണ യോഗം, അത് ലൈവായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടി പറഞ്ഞ് നിങ്ങളെ സമയം ഞാൻ കളയുന്നില്ല. നിങ്ങൾ ആ പ്രസംഗം കേൾക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ. ഫോറസ്റ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്, അതിലാകെ 1.5 കോടി രൂപയാണ് ഈ ആനയെ തടുക്കാനുള്ള ഫെൻസിങ്ങിന്. ബാക്കി 3/4 പങ്കും നിലവിലുള്ള നല്ല കെട്ടിടങ്ങളുള്ള റേഞ്ച് ഓഫീസുകളിൽ പുതിയ കെട്ടിടം 2.25 കോടി രൂപ കരുളായിലെ റേഞ്ച് ഓഫീസ്. ഇവിടെ ഇഷ്ടം പോലെ കെട്ടിടം കിടക്കുന്നു. ഈ ടീക്ക് പ്ലാന്റേഷന്റെ അപ്പുറത്തെ ഇൻഡസ്ട്രിയലിനകത്ത് ഒന്ന് റെഡിയാക്കിയെടുത്താൽ ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ പൊളിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നു. 2.25-3 കോടി രൂപ. കുറച്ചേരം പുള്ളിയുടെ പ്രസംഗം കേൾക്കാം. കരുളായിൽ 3-4 എണ്ണം. ഒരു റോഡ് വീതി കൂട്ടാൻ 1/2 സെന്റ് ഭൂമി തരാത്ത ഫോറസ്റ്റുകാർ 1 ഏക്കറോളം ഭൂമി ഇതിനുള്ള മരം മുറിച്ചിട്ടാണ് ഈ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുള്ളത്. ആരാ ചോദിക്കാൻ? ആര് ചോദിക്കും? ചോദിക്കാൻ ആളില്ല. ആനകൾക്ക് തീറ്റയില്ല. പുലികളുടെ തീറ്റയായ പുള്ളിമാൻ ഉൾപ്പെടെയുള്ള കാട്ടാട് പോലുള്ള ഒരു സാധനവും കാട്ടിലില്ല. എന്താ കാരണം? കാട്ടിലും പട്ടിണി. ആവാസ വ്യവസ്ഥിതി നിലനിർത്താനാണ്. വേണം. ആവാസ വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ വെക്കണം. മുള കുഴിച്ചിടണം. ആന തിന്നുന്ന ചെടികളുണ്ട്, അത് കുഴിച്ചിടണം. മരം തിന്നു ആന. വെള്ളത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തിന്നോ? പലതും വരാനിരിക്കണേ ഉള്ളൂ. ആ മരം ആന കഴിക്കണമെന്നിടത്താണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. വിശന്ന് പൊരിഞ്ഞിട്ടാണ് ആന ഈ പച്ചപ്പും തേടി ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട്ടിലൊക്കെ പണ്ട് കുളം കുത്തുമായിരുന്നു ഫോറസ്റ്റ്. എന്തിനാ? ഈ മൃഗങ്ങൾക്ക് കുടിക്കാൻ. ഈ കുളങ്ങൾ മുഴുവൻ മൂടപ്പെട്ടു പോയി. കുടിവെള്ളമില്ല മൃഗങ്ങൾക്ക് കുടിക്കാൻ കാട്ടിൽ. ഒരു തവണയല്ല, പലതവണ ആവർത്തിച്ച് ഈ മലയോര മേഖലയിൽ പോകുന്ന ജനപ്രതിനിധി എന്ന നിലക്ക് നേരിട്ടും അല്ലാതെയും നിയമസഭാ പ്രസംഗങ്ങളിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഒരു അനക്കുണ്ടായോ? ഇവിടുത്തെ മാത്രമല്ല, മൊത്തം പ്രശ്നം. അപ്പോൾ അവസാനം കുറച്ച് കുളം കുത്താൻ തീരുമാനിച്ചു. അതിലൊരു ദിവസം പോത്തുകല്ലിൽ നിന്ന് തന്നെ വിളിക്കാണ്, അൻവറാക്ക ഒന്ന് വരണം, ഈ കുളം കുത്തുന്ന അങ്ങാടിയിൽ നിന്ന് കുറച്ച് അപ്പുറത്താണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ടാറിട്ട റോട്ടിൽ നിന്ന് ഒരു 200-250 മീറ്റർ അകലെ അങ്ങനെ നോക്കിയാൽ കാണാം. അപ്പം എന്താണ്? എല്ലാ ആനകളും ഇങ്ങോട്ട് വരി, മക്കളെ വരി. എന്തിനാണ്? ചവിട്ടി നിരങ്ങാൻ. വെള്ളം അവിടെ കിട്ടുമല്ലോ. ഇതാണോ ഫോറസ്റ്റിംഗ്? മനുഷ്യവാസ പ്രദേശത്ത് നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തോ 3 കിലോമീറ്റർ അപ്പുറത്താണ് കുളം കുത്തേണ്ടത്. അപ്പം അതിനെങ്ങോട്ട് ആകർഷിക്കുക? എന്തിനാ? മനുഷ്യൻ വിട്ടിട്ട് പോകണം. ഇപ്പം അതിനൊരു പദ്ധതിയുണ്ട്. ഫോറസ്റ്റിനോട് അരികിൽ താമസിക്കുന്നവർക്ക് വിട്ടിട്ട് പോകാൻ 15 ലക്ഷം രൂപ കിട്ടും. കരുളായി പോത്തുകല്ലിൽ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ പോകരുത്. ഞാൻ ശക്തമായി എതിർത്തു.
അപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങളെ ഗതികേടോണ്ടാണ് അൻവറാക്ക പോകില്ല നിവൃത്തില്ല, ഈ ആനശല്യം കൊണ്ട് ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ല. 10, 50, 60 ലക്ഷം വിലയുള്ള വസ്തു വെറും 15 ലക്ഷം രൂപക്ക് കൊടുത്തിട്ട് പോന്നു. നീ എന്താ സംഭവിക്കാൻ പോകാറ്? ഞങ്ങൾ അതൊക്കെ ഫോറസ്റ്റൊക്കെ എടുത്തു. ഞാൻ എൻ്റെ ഇപ്പുറത്ത് വീടില്ലേ, അപ്പം ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പം എന്താവും? ഇപ്പുറത്ത് നിൽക്കുന്നവർക്കും ജീവിക്കാൻ മാർഗം ഉണ്ടാവില്ല. 1, 2 കൊല്ലം കഴിഞ്ഞ് ഓലും കൊടുക്കും. അങ്ങനെ കാടിറങ്ങി വന്ന് നിലമ്പൂർ അങ്ങാടിയിലെത്തും. ഇത് വലിയൊരു മാനിപ്പുലേഷനാണ്. അത് പറയണമെങ്കിൽ 1 മണിക്കൂർ വേണം. എന്താ പുലി ഇങ്ങനെ ഇറങ്ങുന്നത്? പറയൂ, എന്താണ് പുലി ഇറങ്ങുന്നത്? പോരട്ടെ. ഈ പുലി നരിയൊന്നും മുമ്പും ഉണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ പണ്ട് കേട്ട ഫറൂഖിൽ പുലി ഇറങ്ങിയൊരു കഥ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ 8ാം ക്ലാസ് പഠിക്കുക. തന്നെ ഈ പുലി ഇറങ്ങുന്ന അറിയാം നമുക്ക്? കേട്ട വിവരം ശരിയാണെങ്കിൽ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളുണ്ടല്ലോ അപ്പുറമൊക്കെ നിൽക്കുന്നത്, അവര് പിടിക്കുന്ന പുലി കൂട്ടിലാക്കിയിട്ട് ബൗണ്ടറി കൊടുത്ത് തട്ടുണ്ട്. ഇത് കേൾക്കാനോട് അന്വേഷിക്കണം. മനുഷ്യനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണം. ഈ മേഖല മുഴുവൻ കയ്യിലൊതുക്കാൻ വേറൊരു ടീം വരാൻ പോകുന്നു നാട്ടിൽ. പിണറായി വിജയൻ പുലിയെ വരെ ഇറക്കിയെന്നാ പറയുന്നത്. അതിന്റെ മുന്നൊരുക്കമാണ്. രോഹിംഗ്യയിലുണ്ടായ വിഷയം എന്താണ്? പുലി ഇറങ്ങിയോ? അവിടെ ആ പ്രദേശത്ത് മനുഷ്യർ വാസിച്ചിരുന്ന സ്ഥലത്ത് ഒരു 600 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ താമസിക്കുന്നതിന്റെ ഭൂമിന്റെ അടിയിൽ സ്വർണം കണ്ടെത്തി. അവിടെ സർക്കാർ മിണ്ടിയില്ല. ഓ, ഒഴിഞ്ഞു പോകാനുള്ള പാക്കേജുകൾ കൊടുത്തു, അവർ പോയില്ല. ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഇറക്കി. ഇപ്പോൾ മൈനിങ് ആരംഭിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം പലതുമാണ്. ഇത് കൊള്ള തന്നെ. അപ്പൊ ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ നെക്സസ് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. നെക്സസ് പുതിയൊരു വാക്ക്, പണ്ട് സിൻഡിക്കേറ്റ് ആയിരുന്നു, ഇപ്പം പലരും വിളിക്കുന്നുണ്ട് മാധ്യമ സിൻഡിക്കേറ്റ്. ഈ നെക്സസിന്റെ ഒരു ഭാഗം ആ ജില്ലാ സെക്രട്ടറിയുടെ ആ പത്രപ്രസ്താവനയല്ലാത്ത എന്താ? സത്യം പറഞ്ഞാൽ ഇത് താത്വികമായിട്ട് ഈ വിഷയം ഒന്ന് അവലോകനം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നത്തെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഇത് നിങ്ങൾ കേട്ടാൽ മതി. ഈ മണ്ടത്തരം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് കുറച്ച് കാര്യം പറയാം. അൻവർ ഏതോ ഒരുത്തൻ എവിടുന്നോ വന്നു എന്തൊക്കെയോ ചെയ്തൊക്കെ പോട്ടെ, ഒരാളും സ്വീകരിക്കൂല. ലീഗുകാർക്ക് വേണ്ടായിരുന്നു, കോൺഗ്രസോ ഓൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ തള്ളി. ഇനി എന്ത് ചെയ്യും അൻവർ ഒറ്റക്കാണ്. ഒരു നാവ്, ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് നാവുണ്ട്, പറയും ഞങ്ങൾ. അപ്പോൾ ഒരു തീരുമാനാക്കി, ഞങ്ങൾ ഇവിടുന്ന് തട്ടുട്ടോ, അവിടുന്ന് പിടിക്കരുത് കേട്ടോ. മനസ്സിലായോ? അതാണ് നെക്സസ്. പക്ഷേ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ, ഓലൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പോരണേ പോരി, ഞങ്ങൾ സ്വീകരിച്ചോളാം. അതിന് പറ്റൂട്ടോ. ഒരു മദ്രസ പൊട്ടന്റെ എല്ലാ നിലവാരമുണ്ട് ലീഗിലേക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളോട് പറയാനില്ലെന്ന് പറഞ്ഞു കഴിയട്ടെ. അപ്പം നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുമോ? ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ. ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിൻ്റെ ബാക്കിൽ ഞാനും ഉണ്ടാവും. യാതൊരു തർക്കമില്ല. അത് ജനമാണ് തീരുമാനിക്കേണ്ടത്. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, സത്യസന്ധമായി മനസ്സിലാക്കണം. എന്തിന് ഇത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? ജപ്പാനിൽ മഴ പെയ്യിപ്പിച്ചത് ഓർമ്മ വരുന്നു. എന്തിന് ഇത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? എനിക്കെന്ത് ലാഭം? ഇവരെ കൂടെ നിന്ന് ഈ നാട് മുഴുവൻ ശത്രുക്കളുണ്ടാക്കി ഞാൻ LDFിലാവുന്നു. സകല മന്ത്രിമാരെയും നേതാക്കന്മാരെയും അരച്ച് തേച്ചു നിയമസഭയിൽ പുറത്തും. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും സമ്പത്തും മുഴുവൻ കള്ളക്കേസുകൾ കൊടുത്ത് കോടതിയിലെത്തി ഓരോന്ന് ഊരി എടുത്ത് പോരുകയാണ്. ഒരു നൂറ്റാണ്ടിലേക്കുള്ള ട്രോളിനുള്ള വകുപ്പ് പുള്ളി ഈ ഒറ്റ പ്രസംഗത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിലേക്ക് 3 ദിവസം പറയും.
ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് അവസാനം അന്വേഷണം നടത്തിയത്. ഈ രാജ്യത്തെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അവസാനത്തെ അതോറിറ്റി അവരെ കൊണ്ടുവന്ന് അവർ പഠനം നടത്തി മാസങ്ങളോളം. പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അവർ പറഞ്ഞു ഈ പാർക്ക് നിൽക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏരിയയിലല്ല, അതുകൊണ്ട് പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ അവിടെ ചില റീറ്റെയിൻ വാളുകൾ കെട്ടണം. പൂളിന്റെ താഴെ ഭാഗത്ത് 8 മീറ്ററും 10 മീറ്ററും ഉയരത്തിൽ 10ഉം 25 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് വാളുകൾ കെട്ടി അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം ചില സ്ഥലങ്ങൾ. അതാണ് അവർ കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ NITയിലെ എഞ്ചിനീയർമാർ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. കോപ്പി ടു CM. ഞാനിങ്ങനെ വരച്ചെങ്കിലും എനിക്കിട്ട് വരുള്ളൂ. എൻ്റെ എത്ര ലക്ഷം എത്ര കോടിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഘട്ടത്തിലാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത് വിളിച്ചു പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നോട് ചോദിച്ചു നിനക്ക് പ്രാന്താണോ എന്ന്. ഇപ്പൊ നാട്ടുകാരും ചോദിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു IPS ഉദ്യോഗസ്ഥൻ 4-5 ദിവസം കാലിൽ ചുറ്റുകയാണ്. നിങ്ങളെ അടിമയായി ഞാൻ ഈ നാട്ടിൽ 25 കൊല്ലം സേവനം ചെയ്യും. ഒരു SP-യെ ഡിസ്മിസ് ചെയ്യുന്നു, മറ്റേ SP-യെ മാറ്റുന്നു. ഏത് SP-യെ വെക്കണമെന്ന് എന്നോട് ചോദിക്കുന്നു. DOSP-മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എനിക്കെന്താ ആഘോഷിച്ചൂടെ? ഇങ്ങനെ നെഞ്ചും പിരിച്ച് നാട്ടിൽ കൂടെ നടന്നൂടെ? ഞാൻ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ തോന്നൂലേ? നിങ്ങൾക്കൊക്കെ എന്നെ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ബഹുമാനം തോന്നിയോ? അൻവറൊക്കെ ഭയങ്കരം തന്നെ കേട്ടോ, അല്ലേ? ട്രോൾ ഞാനിന്ന് നിന്നോ? ഇപ്പം ഞാൻ ജയിലിലേക്കാ പോകുന്നത്. ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നതിന്. നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മൂലക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം. പക്ഷെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത്. ജനം ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. അത് നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം. ചെറുപ്പക്കാർ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത്. ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല. നമ്മളൊക്കെ ഒരു 5-10 കൊല്ലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഫൈറ്റിൻ്റെ അടിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് വരും. പക്ഷേ സംഘ് പരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം, അതിൻ്റെ ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന 2026-5-31-5-36 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ശേഷം 2026 തെരഞ്ഞെടുപ്പിൽ BJP ആയോ? അവർ ടാർഗറ്റ് ചെയ്യുന്നത് 25 സീറ്റാണ്. 20 സീറ്റെങ്കിലും അവർ പിടിച്ചിരിക്കും. 2031 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അവർ അധികാരത്തിൽ വരും. അവർക്ക് തിരക്കില്ല. അവർ സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ സുഖം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങളിവിടെ ശക്തരാണല്ലോ, ഞങ്ങൾ കൂടുതലാണല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. വർഗീയ കലാപമുണ്ടായ വർഗീയ ഭൂമികളിലൂടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി. കേരളത്തിലെ ജനം കേൾക്കുമ്പോൾ നല്ല രസമാണ്. വർഗീയത. ഒരു കലാപം ഉണ്ടായി നോക്കണം, അപ്പം നിങ്ങൾക്കറിയാം. ഇപ്പോൾ വല്ല ടെൻഷനുണ്ടോ ഈ നാട്ടിൽ ജീവിക്കാൻ? 4 മണിക്ക് വരുന്ന കുട്ടികൾ, സ്കൂൾ ബസ് 4:15 അമ്മമാർക്ക് ബേജാറില്ല. ഒരു 4:30 വീട്ടിൽ നിന്നൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കും. 4:30 വന്നില്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ വിളിച്ചു നോക്കും. അപ്പോൾ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു നോക്കും. അപ്പോഴേക്ക് എന്തെങ്കിലും വിവരം കിട്ടില്ലെങ്കിൽ 5 മണിവരെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് 6 മണിക്ക് മടങ്ങിയെത്തുന്ന കുടുംബം 6:30 ഭർത്താവ് എത്തിയില്ലെങ്കിലും 7:30 എത്തിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. 6 മണിക്ക് എത്തുന്നവരെ 7:30 കണ്ടില്ലെങ്കിൽ വിളിച്ചു നോക്കും. ഏട്ടാ നിങ്ങൾ എവിടെ? കാണുന്നില്ലല്ലോ. നമുക്കിത് ഞാൻ വിചാരിക്കണം. എന്ത് പറയുന്നു? എന്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി? 4 മണിക്ക് സ്കൂൾ വണ്ടി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അതവിടെ പ്ലേ ചെയ്തോട്ടെ. അതായത് ഇവിടെ പ്രധാനമായിട്ട് ഇന്നലെ നമ്മൾ ഇത് സ്കെഡ്യൂൾ ചെയ്തത്. ഇന്നലെ സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഗീർവാണം ഒക്കെ അടിച്ചുകൊണ്ട്
ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി, അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു മത കാർഡ് തന്നെയാണ്. ഞാൻ ഒരു വലിയ വിശ്വാസിയാണ്, എൻ്റെ വിശ്വാസത്തെ പോലും ഇവിടെ സമ്മതിക്കുന്നില്ല. മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റോ ഒരു ചങ്ങാതിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളി ഒരു സംഘിയാണ്. ആര്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്, എന്തായാലും ഡിസ്ട്രിക്ട് സെക്രട്ടറി. അപ്പോൾ ആ രീതിയിൽ വരെ പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ അൻവർ അല്ലാതെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ബാക്കിയുള്ള ആളുകൾ മുഴുവൻ, അതിൻ്റെ പിണറായി വിജയനായാലും ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായി ചമഞ്ഞ് നടന്നിരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വെറും കമ്മ്യൂണിസ്റ്റുകാരല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത് സംഘവിരുദ്ധതയാണ്. സംഘി അവർ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് തങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവർ. അങ്ങനെ നടക്കുന്ന ആളുകൾ, അതിൻ്റെ പ്രധാന പണിയാളുകളായിട്ട് അറിയപ്പെടുന്ന ആളുകൾ മുഴുവൻ ഇന്ന് ഇവിടെ സംഘിയായി മാറിയിരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ആരാണ് സംഘിപ്പട്ടം ചാർത്തി കൊടുത്തത്? ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ നിന്ന് ജയിച്ച് ഇവിടെ മന്ത്രിയാകുമെന്ന മോഹവുമായി കൊണ്ട് നടന്ന് അവസാനം അതാകാൻ കഴിയാതെ വരികയും അതോടൊപ്പം തന്നെ മറ്റ് ചില കുൽസിത പ്രവൃത്തികളൊക്കെ നടത്തിയതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അത് പറഞ്ഞാലാണ് ഇതിൻ്റെ ചിത്രം പൂർണ്ണമാവുള്ളൂ. അങ്ങനെ വന്നതിൻ്റെ പേരിൽ തൻ്റെ അമർഷം, ഇവിടെ ഭരണം അവസാനിക്കേണ്ട സമയമായപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇവിടെ വന്ന് തുറന്നു പറയുന്നു. അത് ഇതേപോലെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നു. അത് കേട്ട് കൈയടിക്കുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്നത് കേട്ടപ്പോഴാണ് കുറച്ച് പാവം തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ക്രൂരത ലേശം കുറച്ച് കളയാം എന്ന് തോന്നി. എന്താ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ പണ്ട് നടത്തിയിട്ടുള്ളൊരു മണ്ടൻ സിദ്ധാന്തം നിങ്ങൾ കേട്ട് കാണും. ജപ്പാൻകാർ അവിടേക്ക് മഴമേഘങ്ങളെ തളിച്ചുകൊണ്ട് പോകുന്ന കഥ, ഇത് പണ്ട് കിതാബിലുള്ള സാധനമാണ്. അങ്ങനെ ചാട്ടവാറോണ്ട് അടിക്കുന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട് കാണും. സമാനമായ രീതിയിൽ ഈ കേരളത്തിൽ വന്ന് നിന്നുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് ഈ തോടും കാടും ഒക്കെ വെട്ടി തളിച്ച് ഇവിടെ മലയൊക്കെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ ഈ നമ്മളെ പശ്ചിമഘട്ടം ഇത് തടഞ്ഞു നിർത്തുന്നത്, ഈ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നത് അത് ഒഴിവായി കിട്ടുകയും അങ്ങനെ ഈ മേഘങ്ങൾക്ക് ജപ്പാൻ വരെ പറന്നു ചെല്ലാൻ കഴിയും എന്നും പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഇവിടെ ജപ്പാൻകാർ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് ഇവിടെ കറങ്ങി നടക്കുന്നത് എന്നൊക്കെ വെച്ച് കീച്ച ചങ്ങാതി. ഇതാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. മണ്ടത്തരം പറയുമ്പോൾ പോലും നമ്മൾ അതിനകത്ത് ആവർത്തിക്കുമ്പോൾ അത് ഏറ്റു പറയുന്ന സമയത്ത് നമ്മൾ അതിൽ തെറ്റ് വരുത്താൻ പാടില്ല എന്നാണ് പണ്ട് ഈ ചില കിതാബുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ പലതരത്തിലുള്ള തള്ളുകളൊക്കെ നമ്മൾ CM വലിയുള്ളാഹിയുടെ തള്ളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ അതൊക്കെ കേട്ട് വളർന്ന് അതുപോലെ 7 ആകാശം പറന്നതിൻ്റെയും അല്ലെങ്കിൽ ചന്ദ്രനെ പിളർത്തിയ കഥയൊക്കെ കേട്ട് വളർന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചീള് കേസായിരുന്നു, പോട്ടെ എന്ന് വെച്ചു. പിന്നെ ഇത് ആവർത്തിക്കാൻ സാധ്യതയില്ല, ഇത് പണ്ടെങ്ങോ ഒരു ബാല്യത്തിൻ്റെ ചാബല്യത്തിൽ പറ്റിപ്പോയതാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങ് വിട്ടു. പക്ഷേ ഇന്നിപ്പോൾ ഈ സംസാരം കേട്ടപ്പോൾ ഉടനീളം ഇതിൽ കേൾക്കുന്നത് എന്താണ്? പ്രധാനമായിട്ട് മണ്ടത്തരങ്ങൾ, ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ. അതായത് നമ്മൾ അങ്ങാടിയിലൊക്കെ നമ്മളിരിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു ബന്ധുവുണ്ട്. പുള്ളി കുറച്ച് ഒരു അത്യാവശ്യം പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരാളാണ് എന്നാണ് നമ്മൾ പൊതുവെ എല്ലാവരും പറയാറുള്ളത്. എന്ന് വെച്ചാൽ ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ക്ലോസ് വേണ്ടപ്പെട്ട ബന്ധുവാണ്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. പക്ഷേ ആൾക്കൊരു സൂക്കേടുണ്ട്. ആൾ ഭയങ്കരമായ തള്ളിൻ്റെ ആളാണ്. എന്ന് വെച്ചാൽ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾക്ക് ധാരണയില്ലാത്തൊരു വിഷയമാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി പിടിച്ചാൽ കിട്ടില്ല. പുള്ളി അങ്ങ് തള്ളാൻ തുടങ്ങും. അങ്ങനെ തള്ളി ചിലപ്പോൾ ഒക്കെ പറഞ്ഞ്, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പുള്ളി ഏതെങ്കിലും ഒരു പുതിയൊരു ഡിവൈസ് വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഒരു ചെറിയൊരു ഫാനോ അല്ലെങ്കിൽ വല്ല മിക്സിയോ വല്ലതും ആയിരിക്കും. പുള്ളി അതിൻ്റെ ഗുണങ്ങളങ്ങ് പറയാൻ തുടങ്ങും. ആ ഗുണങ്ങളങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ആ മിക്സിയിൽ അരയാത്ത സാധനങ്ങളുണ്ടാവില്ല. ആ ഫാൻ ശരിക്കും കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ശക്തി കൊണ്ട് ഇവിടെ പാരച്യൂട്ട് പറന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വരെ ഇറങ്ങാം എന്ന് വരെ പറഞ്ഞു കളയും. നമ്മളുടെ ഈ ഹെലികോപ്റ്റർ മോഡൽ, അതൊക്കെയാണ് പുള്ളിയുടെ രീതി. പിന്നെ ഇത് കമ്പനി നമുക്ക് വീട്ടിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സെറ്റപ്പൊക്കെ ചെയ്ത് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് തള്ള്. അപ്പോൾ ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇത് കൊള്ളാലോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ടെക്നോളജി ആണല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ അന്താളിച്ചിരിക്കും. പിന്നെ കാര്യങ്ങൾ നമുക്കും കുറച്ച് വിവരമൊക്കെ വെച്ചപ്പോൾ ഇത് തള്ളാണല്ലോ എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മളിത് കേൾക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് മെല്ലെ അവിടെ നിന്ന് നീങ്ങി. അങ്ങനെ ഉണ്ടോ, എന്നാലും അങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങളെന്താ വിചാരിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രീതി ഇതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളായാലും അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള തള്ളുകൾ, ഇതാണ് ഇവിടെ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അൻവർ ഇവിടെ വെച്ച് കാച്ചുന്ന സാധനങ്ങൾ അതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ, നാട്ടിൽ പുലി ഇറങ്ങുന്നതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടു. ബാക്കിയൊക്കെ വിടുക, നിസ്കാരത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്തുകൊണ്ടാണ് അത് പറയുന്നത് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. പുള്ളി ഒരു തീവ്ര ഇസ്ലാമിക ചിന്തയുള്ള ഇവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരാളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ പുള്ളി ഇവിടെ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ഈ നന്മമരങ്ങളായിട്ട് ചമയാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ചില ഫോർമുല ഉണ്ട്. ആ ഫോർമുലയിൽ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു സാധനമാണ് മതം. എന്ന് വെച്ചാൽ എത്ര വലിയ താന്തോന്നിയായാലും ശരി, എത്ര വലിയ ഒരു തെണ്ടിയായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിലും ശരി, അവൻ അത്യാവശ്യം നിസ്കരിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ നോമ്പ് നോക്കി സംഗതി നോമ്പിൽ വലിയ കുഴപ്പക്കാരനായി, പക്ഷേ റമദാൻ മാസം ആയണ്ടല്ലോ പിന്നെ അവൻ കള്ള് തൊടൂല, പിന്നെ അവൻ ആൾ മാന്യനാണ്, ഒരു മാസം അവനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അവനെല്ലാം എന്തൊരു മുത്തക്കിയായിട്ടുള്ള മനുഷ്യനാണെന്ന് അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഈ 365 ദിവസമുള്ളതിൽ 30 ദിവസം മാന്യനായിട്ട് നടന്നു എന്നതിൻ്റെ പേരിൽ നോമ്പ് നോറ്റു, അല്ലെങ്കിൽ 30 ദിവസം അവിടെ ഈ ഗുണ്ടായിസൊക്കെ മാറ്റി വെച്ചു, കള്ള് കുടിക്കുന്നത് നിർത്തി, കഞ്ചാവ് വലിക്കുന്നത് നിർത്തി എന്നതിൻ്റെ പേരിൽ ബാക്കി 335 ദിവസവും ചെയ്യുന്ന എല്ലാ പോക്കിരിത്തരവും അതങ്ങ് അവിടെ സാധുവായി മാറുകയാണ്, അല്ലെങ്കിൽ റദ്ദാക്കി കളയാണ്. എത്ര മഹാമനസ്കരാണ് ഈ വിശ്വാസികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇപ്പോൾ നിങ്ങൾ കള്ളക്കടത്ത് നടത്തിയാലും ശരി, കൊള്ള നടത്തിയാലും ശരി, ഇനിയിപ്പോൾ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതായാലും ശരി, എന്ത് തന്നെയായാലും, ഇപ്പോൾ നാട്ടിൽ നടത്തുന്ന വെട്ടിപ്പായാലും ശരി, ഇപ്പോൾ PV അൻവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പാർക്ക് പണിതു, അവിടെ നാട്ടുകാരുടെ ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള സെറ്റപ്പാണെന്നാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത് വേറെ വഴിക്ക് നീങ്ങട്ടെ. നമുക്കറിയാലോ ഈ കേരളം എന്ന് പറയുന്നത് പൊതുവെ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണ്. ഭൂകമ്പം ഇവിടെ അധികം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷേ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ, ആ സ്ഥലം ഞാൻ മറന്നുപോയി, മലപ്പുറം നിലമ്പൂർ ഭാഗത്ത് എവിടെയാണ് സാധനം, എന്തായാലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വളരെയധികം ഉരുൾപൊട്ടൽ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. നമ്മളെ 2 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും അവിടെ ഉരുൾപൊട്ടലുണ്ടായി, പണിത വീടിൻ്റെ തറ ഒലിച്ചു പോയിട്ട് വീടിങ്ങനെ ഞാണിന്മേൽ നിൽക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ അതിന് മുന്നത്തെ വർഷമൊക്കെ നടന്നിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ സമയത്തും അതിന് മുന്നെയൊക്കെ. അപ്പോൾ എത്രമാത്രം അപകടകരമായ ഒരു മേഖലയാണ് ഇപ്പോൾ ഈ നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ വയനാട് നടന്ന ഈ ദുരന്തം, ഉരുൾപൊട്ടൽ നമ്മൾ കണ്ടു, മേപ്പാടി ഭാഗത്ത് നടന്നിട്ടുള്ള സാധനം എത്ര ഗൗരവമുള്ള വിഷയമാണ് ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണത് കണക്കാക്കാൻ കഴിയുക? കാരണം ഇവിടെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അതിനെ അളന്നു വെച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഈ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത എന്ന് അളന്നു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി ഇന്ന സ്ഥലമാണെന്ന് രേഖപ്പെടുത്തിയതുണ്ട് ഇവിടെ. അതിരിക്കെയാണ് അതിനോട് ചേർന്നുള്ള ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിലൊരു തെറ്റും കാണാതെ താൻ കുറേ കോടിക്കണക്കിന് രൂപ മുടക്കി അത് തടയാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതുപോലെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ ഇവിടെ നമ്മളുടെ 2020 സാബു മുതലാളി ഇവിടെ ഒരു കമ്പനി നടത്തുന്നു എറണാകുളം ഭാഗത്ത്. നിങ്ങൾക്കറിയാം 2020 അവരുടെ ആ ഒരു കമ്പനി കിറ്റെക്സ് എന്ന് പറയുന്ന സ്ഥാപനം, പണ്ട് അവിടെ പോയിട്ട് ഒരു പരിചയമൊക്കെ ഉള്ളതാണ്, കണ്ടിട്ടുണ്ട്. അതും ഒരു മലമുകളിലാണ് അതിൻ്റെ സ്ഥാപനവും നിങ്ങൾക്കറിയാം. എന്തായാലും ഇന്ന് ആ സ്ഥാപനവും ഇതുപോലെ കോടിക്കണക്കിന് രൂപ മുടക്കിയ സംഗതിയെ അത് പൂട്ടാൻ വേണ്ടി നടക്കുമ്പോൾ അത് പൂട്ടുന്നത് ആരാണ്? പൂട്ടാൻ വേണ്ടി കളിക്കുന്നത് ആരാണ്? ഇതേ ഇടതുപക്ഷമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ബിസിനസ് ഉണ്ടാകണം, അതിന് ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യം സാബുവിനും കൊടുക്കണ്ടേ? പൊല്യൂഷൻ്റെ വിഷയമാണ് അന്ന് അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നിങ്ങളവിടെ കൊടുക്കണ്ടേ? ഇപ്പോൾ എറണാകുളം ജില്ലയുടെയൊക്കെ ചില പ്രദേശങ്ങളിൽ, കാക്കനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ചില കമ്പനികൾ, അതിനോട് ചേർന്ന് നിൽക്കുന്ന കമ്പനികളൊക്കെ നിങ്ങൾക്ക് കാണാം. കട്ട പുകയാണ് ഇതുപോലെ പട്ടാപ്പകൽ ഇതുപോലെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വസിക്കുന്നതിൻ്റെ നടുക്ക് തന്നെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ആരുടെയും കണ്ണിൽ കാണാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് നമ്മൾ ചെയ്യണം, അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വേണം. അതിലൊരു തെറ്റും ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയൊരു പ്രശ്നം. ആ ഒരു വിഷയം അത് എത്രമാത്രം തെറ്റാണെങ്കിൽ പോലും അതിൽ ഒരു പ്രശ്നം കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് അവിടെ ഒരു വശത്ത്. രണ്ടാമത് ഈ നിസ്കാരത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള പോക്കിരിത്തരങ്ങളെല്ലാം മറയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് നന്മയൊക്കെ ഉള്ള ആളാണ്, ഞാൻ വളരെ മുത്തക്കിയാണ്, എൻ്റെ ആരാധനയെ പോലും തടയുന്ന രീതിയിലാണ് പലപ്പോഴും ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുകയാണ് വിശ്വാസികളുടെ, പ്രത്യേകിച്ചും വിശ്വാസികളുടെ മനസ്സിലേക്ക്. ഇങ്ങനെ ഒരു മനുഷ്യനെയൊക്കെ വേട്ടയാടുന്നത് ശരിയാണോ എന്ന്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമിയുടെ ഈ തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയത് അവിടെ പിന്നെ ആരും കാണില്ല.
ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ പി വി അൻവർ എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് വന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. ഇതുപോലെ തിരിഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കാം. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ശരി അത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കാം. ഞാനിവിടെ നോക്കുമ്പോൾ 100% ശരിയൊന്നും പിണറായി വിജയൻ്റെ ഭാഗത്തില്ല. പക്ഷേ ഒരു ചെറിയ ശരി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം എന്താണ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആയാലും പോലീസായാലും ചില വിഷയങ്ങളിൽ അവർ വളരെ മോശമായിട്ട് പച്ച പോലീസ് ആവുന്നു എന്നുണ്ടെങ്കിലും ഈ പി വി അൻവറിൻ്റെ കാര്യം അത് കൃത്യമായ നിയമ നടപടികളിലൂടെ പോയൊരു വിഷയമാണ്. ഏത് നമ്മളുടെ മറുനാടൻ ഷാജൻ സ്കറിയ, നിങ്ങൾക്കറിയാമായിരിക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ കേസിൻ്റെ നീക്കമായിട്ട് പോയപ്പോൾ ഷാജൻ സ്കറിയയെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കളികളാണ് കളിച്ചത്. ഷാജൻ സ്കറിയ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ പുള്ളിയെ ഒതുക്കണം. എന്താ വഴി? കൃത്യമായിട്ട് കാരണങ്ങൾ കാണിച്ച് ഇന്ന കാരണങ്ങൾ കൊണ്ട് പൂട്ടണം, ഇതല്ലേ വേണ്ടത്. പക്ഷേ നമ്മളിവിടെ കണ്ടത് എന്താണ്? മാധ്യമ വേട്ടയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വാർത്ത കൊടുത്ത മാധ്യമത്തെ പൂട്ടുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇത് പത്രസ്വാതന്ത്ര്യത്തിന് മേലെയുള്ള, ജനാധിപത്യത്തിൻ്റെ മേലെയുള്ള കൈകടത്തലാണ്. ഷാജൻ സ്കറിയയുടെ മറുനാടൻ ഓഫീസിലേക്ക് കയറിയിട്ട് അവിടെയുള്ള കമ്പ്യൂട്ടറും മൗസും പാഡും അടക്കമാണ് എടുത്തുകൊണ്ട് പോയത്. നമ്മൾ സാധാരണ ഒരു റെയ്ഡൊക്കെ നടത്തുമ്പോൾ ഒരു ഡാറ്റ ഒരു വിഷയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഇരിക്കുന്ന സാധനമല്ലേ നമ്മൾ കൊണ്ടുപോകുക. ഏറ്റവും മിനിമം CPU എങ്കിലും പൊക്കി കൊണ്ടുപോകുക. ഞാൻ എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും പൊക്കാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പൊക്കാൻ വേണ്ടിയിട്ട് ഒരു പിടിയുള്ള CPU ആണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ സൂട്ട് കേസ് പോലെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ബാക്കിയുള്ള സാധനമൊക്കെ ഇവിടെ മോണിറ്ററൊക്കെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. എന്തായാലും ഇവർക്ക് സൗകര്യം പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പിടിയുള്ള ഒരു CPU ആണ് ഞാൻ പണിത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ചിത്രം ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഡേറ്റയല്ലേ നിങ്ങളുടെ പ്രശ്നം. ഇവിടെ എന്താ കണ്ടത്? മൗസിൻ്റെ പാഡും കീബോർഡ് അടക്കം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്തിനു വേണ്ടിയാണെന്നറിയില്ല. പോട്ടെ, എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. കോടതിയിൽ കേസെത്തുന്നു. ശരിയും തെറ്റൊക്കെ തീരുമാനിക്കുന്നത് കോടതിയിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പി വി അൻവർ ചെയ്തെന്താണ്? ഷാജൻ സ്കറിയ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ കുഴപ്പം എന്ന് പറഞ്ഞത് മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. അവിടെ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ അതിന് കേസ് ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും എന്താ ചെയ്യുക? ഓക്കെ, പുള്ളി ചെയ്തിട്ടുള്ള വീഡിയോകൾ എടുക്കുന്നു. ഒരു 5000 വീഡിയോ ഉണ്ടെന്ന് കൂട്ടുക. 5000 വീഡിയോയിൽ നിന്നും ഏറ്റവും കൂടുതൽ മതസ്പർദ്ധ വളർത്താൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന ഏറ്റവും ടോപ്പ് 10 വീഡിയോസ് എടുക്കുന്നു. എന്നിട്ട് കോടതിയിലേക്ക് സമർപ്പിക്കുന്നു. ഇതല്ലേ നമ്മൾ ചെയ്യുക? ഇതാണല്ലോ ആ ഒരു കേസിൻ്റെ, അതായത് പിന്നെ നമ്മളുടെ മറുനാടൻ ഷാജനെ പൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ചില വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. ആ വീഡിയോ കോടതി കാണുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ഹൈക്കോർട്ട് പറഞ്ഞ എന്താണ്? ഈ സാധനത്തിൽ എന്താ ഉള്ളത്? ഇത് സത്യത്തിൽ ഈ വാർത്ത പറഞ്ഞ ആളുടെ മതേതര മൂല്യത്തോടുള്ള ആ ഒരു രീതി, അതിനോട് നിലകൊള്ളുന്ന രീതിയും അത് ഉയർത്തിപ്പിടിക്കുന്നതുമല്ലേ നമ്മളിവിടെ കാണുന്നത്. ഇതൊരു നല്ല മോഡലല്ലേ ഈ വീഡിയോ എന്ന രീതിയിലേക്ക് കോടതി കാണുന്നു. അതായത് അൻവർ ഉയർത്തിയ വാദം ആ വീഡിയോയിലില്ല. അപ്പോൾ അൻവറിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മറുനാടനെ പൂട്ടാം. മറുനാടൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ പൂട്ടാൻ പറ്റും, ഒരു സംശയമില്ല. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കൊടുത്ത തെളിവ് പാളിപ്പോയി, അതില്ല. വേറെ തപ്പിയിട്ട് വേറെ വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത് കൊടുത്തത്, ഉള്ളതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതാണെങ്കിൽ മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സാധനം അവിടെ തന്നെ അത് തേഞ്ഞു. അങ്ങനെ പിന്നെ അടുത്തത് വേറെ എന്തോ ഒരു വയർലെസ് സന്ദേശം ചോർത്തി എന്നും പറഞ്ഞിട്ടൊരു സാധനം വാട്സപ്പിലൂടെ കിട്ടുന്ന സാധനമാണ്. ഇങ്ങനെ വാട്സപ്പിലൂടെ കിട്ടുന്ന ഒരു സന്ദേശം വയർലെസ് സന്ദേശമാണെന്നൊക്കെ ധരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മൾ പണ്ടേ പറഞ്ഞു, നമ്മളുടെ ജപ്പാൻ കുടിവെള്ളം, ജപ്പാൻകാർ ഇവിടുന്ന് മേഘത്തെ തെളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന കുൽസിത പ്രവൃത്തിയാണ് എന്ന് വരെ സിദ്ധാന്തിച്ച് കളഞ്ഞൊരു വ്യക്തിയായതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ വാട്സപ്പ് സന്ദേശം കേട്ടിട്ട് പുള്ളിക്കത് ഓവർ എന്ന് പറയുന്ന സന്ദേശമായിട്ടാണ് തോന്നിയത്. പോട്ടെ, അത് നമ്മൾ വിട്ടു. അതും കോടതി എടുത്ത് തള്ളിക്കളഞ്ഞു. ഇതൊന്നും വലിയ ഇഷ്യൂ അല്ല കോയ എന്ന് പറഞ്ഞിട്ട് മാറ്റി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? പുള്ളി വിചാരിച്ചു ഇത് കമ്മ്യൂണിസ്റ്റുകാർ മൊത്തത്തിൽ നേരിടേണ്ട ഒരു വിഷയമാണ്, ഇത് പിണറായി വിജയന് വേണ്ടി ഞാൻ ഇറങ്ങി കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്ത്, ഇത് പാർട്ടിയെ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ചെയ്ത കാര്യം അവസാനം ഇതിൽ ഓരോ കോടതി വിധികളായിട്ടും ഓരോ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയ ആൾക്ക് എതിരാകുന്നു എന്ന് മാത്രമല്ല, അതിൽ ഷാജൻ്റെ നില മെച്ചപ്പെടുകയും ഷാജനായിരുന്നു ശരിയെന്നുള്ളത് ഇവിടെ കൂടുതൽ വ്യക്തമാകുന്നൊരു ഘട്ടം വന്നു. എന്തിനേറെ പറയുന്നു, നമ്മളെ ശ്രീനിജൻ എന്ന് പറയുന്ന ചങ്ങാതി, പുള്ളി ഒരു പരാതി കൊടുത്തു. അത്
പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പ്രകാരം ജാതി അധിക്ഷേപം നടത്തിയെന്നും പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതും 8 നിലയിൽ പൊട്ടി. അത് തള്ളി ദൂരെ കളയുകയാണ് ഉണ്ടായത് കോടതി. ഇതൊക്കെ ദുരുപയോഗം ചെയ്യാണ്. നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കോടതികളെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് വരെ കോടതി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ഓരോ കേസിൽ നിന്നും ഊരിപ്പോരാണ്. ജാമ്യം ലഭിക്കുന്നു, അതല്ലെങ്കിൽ തള്ളിക്കളയുന്നു. അപ്പോൾ നിലവിൽ ഷാജൻ സ്കറിയ ഇതെല്ലാം അവിടെ തരണം ചെയ്ത് മുന്നിൽ നിൽക്കുന്നു. ഷാജൻ സ്കറിയ പറയുന്നത് അത് ദൈവാനുഗ്രഹമാണെന്നാണ്. ഞാൻ പറയാതെ ദൈവാനുഗ്രഹമല്ല. ഈ കൊടുത്ത ആൾ ഇമാതിരി ഉടായ്പ സാധനങ്ങൾ വെച്ച് കൊടുത്ത് ഞാരായാലും സുഖമായിട്ട് ഊരിപ്പോരും. നമ്മളും ഒരുപാട് കേസുകൾ നമ്മൾ ഇതേപോലെ കാണുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് കൊടുക്കുന്ന സാധനം, അതിൻ്റെ വാലിഡിറ്റി, ലോ പോയിൻറ്റ്സ് എവിടെയാണ് കിടക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ്. ദൈവത്തിന് ഇതിൽ പങ്കൊന്നുമില്ല, പോട്ടെ. എന്തായാലും പുള്ളി അങ്ങനെയെങ്കിലും സമാധാനിക്കുമ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് പുള്ളി അത് പറഞ്ഞത് നന്നായി എന്നാണ്. കാരണം എന്താണ്, ഇവിടെ 2 ദൈവങ്ങൾ തമ്മിലായി മാറുന്നു ഇവിടുത്തെ കളി. ഒന്ന് ഷാജൻ സ്കറിയയുടെ ദൈവം, 2 PV അൻവറിൻ്റെ ദൈവം. അള്ളാഹു വേഴ്സസ് യഹോവയായിട്ട് ഇവിടെ മാറുകയാണ്. അതായത് ഷാജൻ സ്കറിയ പറയുന്നത് എനിക്കെല്ലാം ഇവിടെ ശരിയായത് എൻ്റെ ദൈവം എന്നെ തുണച്ചു എന്ന ഒരു രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ, ഇപ്പുറത്തെ PV അൻവർ പറയുന്നു ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് എന്ന് പറയുന്നു. എൻ്റെ നിസ്കാരത്തെ വരെ മുടക്കാൻ ശ്രമിക്കുന്ന കാട്ടാളന്മാരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ ജില്ലാ നേതാവ് പോലും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ പിന്നെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. ഇതല്ല ഇവിടെ കണ്ടത്. അപ്പോൾ അള്ളാഹു ആണോ അതോ യഹോവയാണോ ഇനി കളി ശരിക്കും ജയിക്കാൻ പോണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അത് വളരെയധികം ഉദ്വേഗജനകമായ ഒരു സംഭവമായിട്ട് മാറും, ഒരു മത്സരമായിട്ട് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു രസം, അതായത് ഈ തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് തെളിവുകളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഇതിനുവേണ്ടി അപ്രോച്ച് ചെയ്യാൻ സാധ്യമാകുന്ന ആളുകൾ, അതിലാണല്ലോ നമ്മുടെ ADGP ആയാലും ഇതേപോലുള്ള ആളുകളൊക്കെ വരുന്നത്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അൻവർ വീക്ഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഇവർക്കെല്ലാം സംഘപരിവാർ ബന്ധമാണെന്ന് അങ്ങ് ആരോപിക്കുകയാണ്. അത് മറ്റൊരു തുറുപ്പ് ചീട്ടാണ്. മത കാർഡ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നൊരു സാധനമാണ് മാനുഷിക മൂല്യമുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കാർഡ്. ഇതാണ് പിന്നെ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടായി പിന്നെ ഉള്ള കളികൾ. ആ കളിയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇന്നലെ വരെ അൻവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പ്രധാനം മതവും അതുപോലെയുള്ള വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് അതിനോടൊപ്പം സംഘപരിവാറിനെ എതിരിടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ പിണറായി വിജയൻ വരെ സംഖ്യയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു തരത്തിലും മാനുഷിക മൂല്യമില്ല. അഴിമതിയാണെങ്കിലും മറ്റുള്ള ഏത് സംഗതി എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ഇന്ന് പൂർണ്ണ ഉത്തരവാദിത്തം അത് പിണറായി വിജയനാണെന്ന് വരുത്തി തീർക്കുന്നു. എന്നുവെച്ചാൽ താൻ അതിനൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലേക്ക്. ഇനി പോലീസിൻ്റെ കാര്യം, ഇവിടെ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളെ അജിത് കുമാർ അല്ലേ ADGP, പുള്ളി ഇവിടെ സംഘപരിവാറിൻ്റെ നേതാക്കളെ പോയി കണ്ടു, RSSകാരെ പോയി കണ്ടു എന്നാണ് പറയുന്നത്. ഈ സംസ്ഥാന പോലീസ് മേധാവിക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ആളുകളെ കാണുന്നതിന് എന്താ തടസ്സം? എനിക്കത് ചോദിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യമാണത്. അവർ കാണണമല്ലോ, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണം, പദ്ധതികൾ അറിയണം, അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അത് കേൾക്കണം. അതൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരെ വരെ കാണുന്നു പിന്നെയാണ്. അപ്പോൾ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇനി അവസാനമായിട്ട് ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ മത കാർഡ് വർക്കൗട്ടായി ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തിൽ ഇന്ന് അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? സപ്പോർട്ട് ചെയ്യുന്നത് മാപ്പിള സഖാക്കളാണ്. 2 ഈ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരുമായിട്ട് കൂടെ നിൽക്കാൻ സാധ്യതയുള്ള മറ്റ് പാർട്ടികൾ, അതിലേറ്റവും പ്രധാനമാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് പൂർണ്ണ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. ഈ മണ്ടത്തരത്തിനടക്കം പിന്തുണയാണോ എന്ന് എനിക്കിനി അറിയേണ്ടതുള്ളൂ. ഈ പറയുന്ന സാധനങ്ങൾ ഉൾപ്പെടെയാണോ നിങ്ങൾ എടുക്കുന്നത്? ഇപ്പോൾ ഈ പുലി മണ്ടത്തരം രണ്ടാമത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പുലി ഇറങ്ങുന്നതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞു, പുലീനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആദ്യം തന്നെ വാർഡനെ വിളിച്ച് പറയും നിങ്ങൾ വെടിവെക്കരുത്, ഞങ്ങളവിടെ കൊണ്ടുവിടും എന്ന് പറയുന്നു. ആരാണ് ഈ കൊണ്ടുവിടുന്നത്? ഇതൊക്കെ ഒരേ ആൾക്കാർ തന്നെയാണല്ലോ. എന്നിട്ട് അവർ അതിർത്തിയിൽ കൊണ്ടുപോയി കൊണ്ടുവിടും. അതിന് വേണ്ടിയിട്ട് കുളം കുഴിച്ചു കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ആഗോള തലത്തിൽ തന്നെ ചർച്ചയാവുന്നൊരു വിഷയമാണ് ഇൻക്രീസിങ് മാൻ വേഴ്സസ് വൈൽഡ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം. നമ്മളുടെ ഒരു ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ ഓരോ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെയുള്ള ഒരു വിഷയമാണത്, മാൻ വേഴ്സസ് വൈൽഡ് ഒരു കോൺഫ്ലിക്റ്റ്. അതിൻ്റെ കാരണം എന്താണ്? പല കാരണങ്ങൾ അതിനകത്ത് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാട്ടിനകത്തുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളും അവരുടെ നമ്പർ വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന വിഷയങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ നാട്ടിലേക്ക് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത്, ആഗോളതലത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എങ്ങനെയാണ് ആഗോളതലത്തിൽ നേരിടുന്നത്? ഓരോ രാജ്യങ്ങളെ ഉദാഹരണം നിങ്ങൾ എടുക്കുക. ഓസ്ട്രേലിയ, അവരേറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് കാംഗറൂസിൻ്റെ നമ്പർ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അതിനെ നേരിടാൻ വേണ്ടി അവരെന്താ ചെയ്യുന്നത്?
ചില വർഷങ്ങളിൽ ചില നമ്പർ ഇത്ര എണ്ണം കാംഗ്രൂസിനെ ഇനി നിങ്ങൾക്ക് കൊല്ലാം എന്ന് ഓർഡർ ഇടുന്നു. അത് കൊല്ലാൻ അവർക്ക് അവസരം ഒരുക്കുന്നു. ആളുകൾ വേട്ടയാടുന്നു, അതിനെ കൊല്ലുന്നു. അങ്ങനെയാണ് അതിൻ്റെ നമ്പർ കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു കൺട്രോൾഡ് കള്ളിംഗ് എന്നോ അങ്ങനെയാണ് അതിൻ്റെ പേര് പറയാം. എന്നുവെച്ചാൽ ഒരു നാച്ചുറലി അതിന് നമ്പർ കുറയാത്തത് കൊണ്ട് ആർട്ടിഫിഷ്യലി നമ്മളതിനെ ഇതുപോലെ നമ്പർ ക്രമീകരിക്കാൻ വേണ്ടി ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ബ്ലൈൻഡായിട്ടല്ല പറയുന്നത്, ഇത്ര എണ്ണത്തിനെ കൊള്ളാൻ പാടുള്ളൂ, ഇപ്പോൾ ഉള്ള നമ്പറും ഇതിൻ്റെ സർവൈവൽ എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഇത്ര എണ്ണം അധികമാണ് എന്ന് മനസ്സിലാക്കി അതിനെ കൊല്ലുന്നു. ഇത് കാംഗ്രൂസിൻ്റെ കാര്യം മാത്രമല്ല, ആനയെ കൊല്ലുന്നു, കുതിരകളെ കൊല്ലുന്നു, ഇതുപോലെ ക്യാമൽസ്, ഒട്ടകത്തിനെ കൊല്ലുന്നു. ഇതെല്ലാം ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മളുടെ പി വി അൻവർ സഖാവ് പുള്ളി വന്നിട്ട് ഇതെല്ലാം ഒത്തുകളിയാണെന്ന് പറയുന്നത്. പിണറായി വിജയനെ എതിർക്കാനും പിണറായി വിജയൻ്റെ കാര്യങ്ങൾ പറയാനും എന്തെല്ലാം വാലിഡായിട്ടുള്ള റീസൺസ് ഉണ്ട്, അതല്ലേ നമ്മൾ പറയേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് അതൊന്നുമല്ല. ഇവിടെ കുറേ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, താൻ ചെയ്തത് ശരിയാണ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും, തനിക്ക് നേരിട്ട ജാള്യത, ഈ മറുനാടൻ വിഷയത്തിൽ പ്രത്യേകിച്ചും നേരിട്ടുള്ള ജാള്യത അത് മറച്ചു വെക്കാനും, പാർട്ടി തന്നെ കൈയൊഴിഞ്ഞു എന്നതിൻ്റെ കാരണം പാർട്ടിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? എല്ലാവരും മണ്ടന്മാരല്ലല്ലോ, കുറച്ച് പേരുണ്ടാവുമല്ലോ ബോധം. ഇവിടെ എനിക്ക് തോന്നുന്നു സ്വരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ മനസ്സിലായത്. സ്വജന പക്ഷപാതം നടന്നില്ല എന്നതാണോ പി വി അൻവറിൻ്റെ വാദം അല്ലെങ്കിൽ പരാതി? അതിന് നമ്മളെ കിട്ടില്ല എന്ന് പറയുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊരു വിഷയമാണ്. സ്വജനപക്ഷപാതം എന്ന് പറയുന്ന സംഗതി അത് പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് പി വി അൻവറിനും ബാധകമാണ്. അതേ നമ്മൾ പറയുന്നുള്ളൂ. ഔട്ട് ഓഫ് വേ കാര്യങ്ങൾ ചെയ്തത് ഒരു ഘട്ടത്തിൽ ചെയ്തു പോയി. അതിൻ്റെയാണ് ഇന്നിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ അനുഭവിക്കുന്നത്. അന്ന് ഷാജനെ ഓഫീസ് പിടിക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി മുന്നിട്ട് ഇറങ്ങിയപ്പോൾ ഓർക്കണമായിരുന്നു ഇത് ഇതേപോലെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സംഗതിയാണെന്നുള്ളത്. ഏതായാലും ഇതൊരു പാഠമാണ്. അപ്പോൾ ഇത് വിഷയങ്ങൾ ഞാൻ ഇനി നീട്ടുന്നില്ല. ഇതാണ് ഇതിൽ സംഭവിച്ച കാര്യങ്ങൾ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് പ്രധാനമായിട്ടും നമ്മളിതിൽ പറയാറുള്ളൊരു വിഷയമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഔട്ട്കം, ഇതെന്താണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ പി വി അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന കാര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണമായ അധപതനം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്കൊരു സംശയമൊക്കെ ഉണ്ട്, ഇത് എങ്ങാനും ഇനി ഒന്ന് കയറുമോ എന്നൊരു ചിന്തയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഒടുങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ ഒരു മാപ്പിള ലഹള തന്നെ ഈ പാർട്ടിക്കകത്തുനിന്ന് ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതിൻ്റെ രീതികൾ മുഴുവൻ ഇനി മാപ്പിളമാർ തീരുമാനിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇതിനകത്തുള്ള ആളുകൾ മുഴുവൻ ഈ പാർട്ടി തന്നെ വിടുന്നു. അതായത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ പാർട്ടി ഭരണത്തിലേക്ക് കയറുക, അവിടുന്ന് കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് മതിയാക്കി വേറൊരു പാർട്ടിയിലേക്ക് പോയി, ഇതൊന്നും വലിയ പുതുമയുള്ളതോ ചെയ്യാൻ പാടില്ലാത്തോ അല്ലെങ്കിൽ വിലക്കപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് നടക്കേണ്ട കാര്യമാണ്. അത് വേണമെന്ന് തന്നെയാണ് നമ്മൾ പറയാം. പക്ഷേ അതിന് പറയേണ്ട കാരണങ്ങൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അത് ആ സംവിധാനത്തിൻ്റെ മൊത്തത്തിലുള്ള തകർച്ചയ്ക്കാണ് വഴിവെക്കുക. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്നത് അതാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന പോലെയാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ പോക്കറ്റിത്തരം മുഴുവൻ ഒപ്പിച്ചിട്ടാണ് ഇത് പറയുന്നതെന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അതായത് വേറൊരാൾക്ക് പറയാമായിരുന്നു, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാന്യമായിട്ട് നിലനിൽക്കുന്ന ഏതെങ്കിലും ഇന്നത്തെ സർക്കാരുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്, ഞാൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകണം, കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ ഇന്നത്, ഇതേ മാധ്യമ വേട്ടയ്ക്ക് മുന്നിട്ട് നിൽക്കുന്നു, പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നു, അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന രീതി ഇല്ല, അവിടെ ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവം കാണിക്കുന്നു, വളരെ അനിയന്ത്രിതമായിട്ടുള്ള പണം ചെലവഴിക്കുന്ന രീതികളും ദൂർത്തും അതുപോലുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഒരു തരം പ്ലാനിങ്ങും ഇല്ലാതെയുള്ള മുന്നോട്ട് പോക്ക്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാരണങ്ങൾ നിങ്ങൾക്ക് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എടുത്ത് എണ്ണിയെടുക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കും അത് പറഞ്ഞുകൊണ്ട് therefore I am leaving കമ്മ്യൂണിസ്റ്റ് പാർട്ടി and I am joining some other party എന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ I am forming a new party എന്ന് വരെ നിങ്ങൾക്ക് പറയാം. ഇതല്ലേ ഇതിൻ്റെ ജനാധിപത്യ രീതി? അതിന് പകരം ഇവിടെ എന്താ കാണുന്നത്? എന്നെ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, എൻ്റെ കേസിൽ എന്നെ കൂടെ നിന്നില്ല. ഈ കേസ് മണ്ണാങ്കട്ട കേസാണെന്നുള്ളത് വേറെ കാര്യം, അതിൽ കൂടെ നിന്നില്ല, സ്വജനപക്ഷപാതം നടത്തിയില്ല. പോലീസുകാർ സംഘപരിവാർ മേഖലയിലുള്ള ആളുകളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു, അതുപോലെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു, ക്രിസ്ത്യൻ വിരോധം കാണിക്കുന്നു, മുസ്ലിങ്ങളെ അവിടെ മതം കയറ്റി വെക്കുന്നത് ആരാണ്? അതായത് ആ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങളിൽ കഴമ്പില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എടുത്തു വെക്കാൻ സാധ്യതയുള്ള ഇത് സാധാരണ മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന ഒരു കശപിശയിൽ പോലും നമ്മൾ കാണുന്ന ഒരു കോമൺ ഹ്യൂമൻ സൈക്കോളജിയുടെ ഭാഗമായിട്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇത് അൻവർ വളരെ കൃത്യമായിട്ട് അവിടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ബോധമുള്ള ആളുകൾക്ക് ഒരു സൂചനയാണ്. അതായത് ഇത് പ്രശ്നമാണ്, രണ്ട് രീതിയിലാണ് പ്രശ്നം. ഈ പാർട്ടി കുത്തഴിഞ്ഞ രീതിയിലാണെന്നുള്ളത് ഒരു പ്രശ്നം. രണ്ട്, ഇതിനെ
ഏതിലും മതം കലർത്തിക്കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത് ഇനിയും വരാം എന്നും വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്നുള്ള മറ്റ് മതക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാം മത ഇതര ആളുകൾ ആയിട്ടുള്ളവർ അവരിതിൽ നിന്ന് വിട്ടുപോകും. അവർക്ക് പിന്നെ ചേക്കാനുള്ള ഓപ്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ ഉള്ളത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ BJP ആണ്. സ്വാഭാവികമായിട്ട് അതിന് BJP ആയിട്ട് മാറും. അതാണ് സംഭവിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ ഇത് നമ്മൾ രക്ഷിക്കണം, നമുക്കിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളൂ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ മുഴുവൻ മറ്റു പാർട്ടികളിൽ നിന്ന് ഇതിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അപ്പോഴും ഇതിനകത്തൊരു ഷിഫ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിൽ നിന്ന് മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. നമ്പർ അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അവർക്ക് വീണ്ടും പുറത്തേക്കുള്ള ഒഴുക്ക് എളുപ്പവും മുസ്ലിം ഇതര വ്യക്തികൾക്ക്. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച ഇവിടെ ശാശ്വതമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ഉറപ്പാക്കൽ ചടങ്ങാണ് സത്യത്തിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മണ്ടത്തരം വിളമ്പിയാണെങ്കിലും താൻ ചെയ്ത എല്ലാ പോക്കിരിത്തരങ്ങളും വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിനു വേണ്ടിയിട്ട് മതത്തെയും ഒരു വലിയ നന്മപരമായിട്ട് ചമയുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രവണത, ഇത് രാഷ്ട്രീയത്തിൽ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് ഇവിടെ അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനം പൂർണ്ണമാക്കുക തന്നെയാണ് ചെയ്യുക എന്നൊന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ശക്തമായ മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് മറ്റൊരു ദിവസം വേറൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും വരാം. നാളെ നമുക്ക് കാണാം. 30-ആം തീയതിയാണ്. 1-ാം തീയതി RCയുമായിട്ടുള്ള ലൈവ് ഉണ്ട്, ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.